ഞങ്ങൾ ഈ വർഷം നാട്ടിൽ പോയപ്പോ നല്ല രസമായിരുന്നു. ഒരു വലിയ പ്ലെയിൻ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സിനിമ ഒക്കെ കണ്ട് ഗെയിമൊക്കെ കളിച്ച് പിന്നെ അങ്ങ് ഉറങ്ങി. പിന്നെ ഞങ്ങൾ നാട്ടിലെത്തി. ഒത്തിരി വിശേഷങ്ങളുണ്ട് പറയാൻ. എല്ലാരും കൂടെ കാണണേ. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരുപാട് അമ്പലത്തിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ കറങ്ങാനൊക്കെ പോയായിരുന്നു. എല്ലാം ഞാൻ നിങ്ങളോട് പറയാവേ. അമ്പലത്തിൽ പോയി, ചെങ്ങന്നൂർ അമ്പലത്തിൽ പോയിട്ട് ആറാട്ടിൽ ഞങ്ങൾ താലമൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങള് മണലിക്ക് പോയായിരുന്നു. ഒരുപാട് അമ്പൽച്ചെടികളുണ്ട്. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് കൂടെ ബോട്ടേ പോയായിരുന്നു. ബോട്ടയിലെ ആ ചേട്ടൻ ഞങ്ങളെ എല്ലായിടവും കൊണ്ട് നടന്ന് കാണിച്ചു. ഞങ്ങൾ ഒരുപാട് പൂവൊക്കെ പറിച്ചായിരുന്നു. നല്ല രസമാണ്. ഞങ്ങളവിടെ മുഴുവൻ അടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയായിരുന്നു. രാവിലെ 10 മണി. എന്താ പരിപാടി എവിടെ? പൂ കൊണ്ടുവന്ന് പൂജയ്ക്ക് വന്നോ? സ്കൂളിൽ പോയാൽ കുഞ്ഞാവയായിരുന്നു എനിക്ക് കളിക്കാൻ കൂട്ട്. അവിടെ എനിക്കൊരാട്ടുംകുട്ടി ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഒരു മൈൻഡും ചെയ്യത്തില്ല ഞാൻ ഫുഡ് കൊടുത്താൽ. എപ്പോഴും ഞാൻ വിലയെ കൊടുക്കത്തുള്ളു. ആരും കാണാതെ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ പറക്കിക്കൊണ്ട് കൊടുക്കുവാന്നു. അതുകൊണ്ട് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. വിളിച്ചാൽ ഓടി വരുവാന്നു. ഞങ്ങളെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യാന്നു. ഞങ്ങള് പിള്ളേരോട് അത്തപ്പൂവൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചാന്നു. നല്ല രസമായിരുന്നു. കുഞ്ഞാവ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇരുന്നിട്ട് ഇളക്കി മറിക്കുവാന്നു. പിന്നെ അമ്പൂറ്റിയമ്മ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിച്ചു. ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് മണ്ണാലശാല അമ്പലത്തിലോട്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ അപ്പച്ചി വള മേടിക്കാൻ പോയി. എന്നിട്ട് അപ്പച്ചി ഞങ്ങൾക്ക് വളയൊക്കെ മേടിച്ചോണ്ട് തന്നു. അപ്പൊ കുഞ്ഞാവയ്ക്ക് മാത്രം ചെറുതായി പോയായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ മേടിക്കാൻ പോയി. അപ്പൊ ഞങ്ങള് കുഞ്ഞാവയ്ക്കായിട്ട് ഞങ്ങളുടെ വളയം കൊണ്ട് ഇച്ചിരി നേരം കളിപ്പിച്ചു. നല്ല രസമായിരുന്നു വള കാണാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും റെയിൻബോ കളറുള്ള വളയായിരുന്നു അപ്പച്ചി മേടിച്ചോണ്ട് തന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓച്ചറ അമ്പലത്തിലോട്ടാണ് പോയത്. അവിടെ ഒരുപാട് കാളകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ എല്ലാം തൊഴുതാന്നു. പിന്നെ ഞങ്ങൾ പോയത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടാണ്. അച്ഛൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് കുറേ നേരം കളിച്ചായിരുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്ന നേരത്ത് ഒരു മൈൽ ബീച്ചിലോട്ട് നോക്കിയിരിക്കുന്ന കണ്ടു. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രി ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരുവല്ല കല്യാണിൽ പോയി ഓണക്കോടി എടുക്കാൻ വേണ്ടി. എന്നിട്ട് അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വെള്ളപ്പച്ചിയുടെ വീട്ടിലോട്ട് പോയി. പിന്നെ അവിടുന്ന് ചിറ്റപ്പൻ്റെ അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് ഞങ്ങൾ മലപ്പള്ളി പോയിട്ട് വെള്ളമ്മച്ചിയെ കണ്ടു. പിന്നെ ഞങ്ങൾ ആയപ്പോഴേക്കാ പോയത്. അവിടെ ചെന്ന് പേരപ്പൂപ്പനെയും പേരമ്മൂമ്മയും കണ്ടു. എന്നിട്ട് ആ ഇടയിൽ കൂടെ ഞാൻ നോക്കുവായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ എന്റെ പരിപാടി ഫോണിൽ കളിക്കുവായിരുന്നു. പിന്നെ പോയത് അച്ഛൻ പണ്ട് ജോലി ചെയ്ത ഫാമിലോട്ടായിരുന്നു. അവിടെ ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. പണ്ട് എന്നെ കണ്ടപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നതായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം പോലും അടുത്ത് വന്നില്ല. ജസ്റ്റ് ഒരു പശുക്കിടാവും വന്നു, ഒരു വെള്ള പശുവും വന്നു. 2 എണ്ണം മാത്രം. പിന്നെ ഒരു ദിവസം ഞങ്ങൾ മഴത്ത് പോയായിരുന്നു. നല്ല രസമായിരുന്നു. എന്തൊരു മഴയാന്നോട്. അച്ഛൻ പറഞ്ഞത് റോഡ് പോലും കാണാൻ പറ്റുന്നില്ലെന്നാ. അച്ഛാ നല്ല മഴ. ഈ മഴത്ത് ഞാനൊരു പാട്ട് പാടട്ടെ?
പാടിക്കോ. ആറന്മുള കണ്ണ കൃഷ്ണമുരാരെ ഓടക്കുയലൂതുങ്കാറണ്ണ തുള്ളി തുള്ളി കളിക്കും പൈക്കളുമായി കൊഞ്ചി കൊഞ്ചി കുയ്യാ നീ വരില്ലേ ആലിങ്കൊമ്പത്തേര ഗോകികമാരത്താര താളത്തിൻ ചാഞ്ചാട അച്ഛാതെത്തി. ആ മഴ കഴിഞ്ഞു പോയത് തൊട്ട് ആ ലീവും കഴിഞ്ഞു പോയടെ ഞങ്ങൾ തിരിച്ചു പോവാം. അപ്പം ശരി, എല്ലാരും വീഡിയോ കാണണേ, പിന്നെ ലൈക്കും കമന്റും.